നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആര് എത്ര മാലിന്യം തള്ളുന്നുവെന്ന് കണ്ടെത്തി പറയും. സ്മാർട്ട് വേസ്റ്റ് ബിന്നുകളുമായി അബുദാബി. അറ്റകുറ്റപ്പണിക്കായി അൽവക്ര ഹെൽത്ത് സെന്ററിലെ സേവനങ്ങൾ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. അറിയേണ്ടതെല്ലാം. കുവൈത്തിൽ ചൂട് 50 ഡിഗ്രിക്ക് മുകളിൽ. തീപിടുത്തത്തിനെതിരെ ബോധവൽക്കരണവുമായി ഫയർഫോഴ്സ്. ഒമാൻ മസ്ജിദ് വെടിവെപ്പിന് പിന്നിൽ 3 സ്വദേശി സഹോദരങ്ങൾ. പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാരും. യുഎഇയിൽ അധികാരമേറ്റ പുതിയ മന്ത്രിമാർ. ഷെയ്ഖ് ഹംദാനും ഷെയ്ഖ് അബ്ദുള്ളയും ഉപപ്രധാനമന്ത്രിമാർ. ആശംസിച്ച ഭരണാധികാരികൾ. വൃത്തിഹീനമായ ഭക്ഷണം വിളമ്പി. അബുദാബിയിൽ 2 ഹോട്ടലുകൾ പൂട്ടിച്ചു. അൽദെയ്ദ് ഈന്തപ്പഴ ഉത്സവം 25 മുതൽ. ആര് എത്ര മാലിന്യം തള്ളുന്നുവെന്ന് കണ്ടെത്തി പറയും. സ്മാർട്ട് വേസ്റ്റ് ബിന്നുകളുമായി അബുദാബി. ആരാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഏതുതരം മാലിന്യമാണ് അതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി പറയാൻ കഴിയുന്ന ഹൈടെക് സ്മാർട്ട് ബിന്നുകളുമായി അബുദാബിയിലെ തദ്വീർ ഗ്രൂപ്പ്. സ്മാർട്ട് ബിൻ പരീക്ഷണാർത്ഥം എമിറേറ്റിലെ ചില ഭാഗങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞതായി എമിറേറ്റിലെ ഏക മാലിന്യ നിർമ്മാർജ്ജന ഏജൻസിയായ തദ്വീർ ഗ്രൂപ്പ് അറിയിച്ചു. സെൻസറുകളും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പ്രാദേശികമായി നിർമ്മിച്ച ഈ ബിന്നുകളിൽ മാലിന്യത്തിന്റെ അളവ് എത്രയുണ്ടെന്നും അത് നിറഞ്ഞോ എന്നുമുള്ള വിവരങ്ങൾ നൽകാനാകും. ഇതുവഴി മാലിന്യ ശേഖരം എപ്പോൾ വേണമെന്ന് ബിൻ പരിശോധിക്കാതെ തന്നെ കണ്ടെത്താനാകുമെന്ന സവിശേഷതയും ഇതിനുണ്ട്. ഒരു വ്യക്തിഗത ഉപയോക്താവ് എന്തൊക്കെയാണ് ബിന്നിൽ നിക്ഷേപിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്നതിനാൽ അയാൾ എന്തൊക്കെ സാധനങ്ങളാണ് പാഴാക്കി കളയുന്നതെന്ന് കണ്ടെത്താനും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത ബിൻ സഹായകമാണെന്നും തദ്വീർ ഗ്രൂപ്പിന്റെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ഒല്ലി ലോസൺ പറഞ്ഞു. അറിയേണ്ടതെല്ലാം ബിൻ ഉപയോഗിക്കുന്നതിനായി ഉപയോക്താക്കൾ ഒരു ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ പേരും വിലാസവും പോലുള്ള അടിസ്ഥാന വിശദാംശങ്ങൾ നൽകി ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുകയും വേണം. സ്മാർട്ട് ബിന്നിലെ ബാർകോഡോ QR കോഡോ സ്കാനറോ ഉപയോഗിച്ച് അത് തുറന്നു വേണം മാലിന്യം നിക്ഷേപിക്കാൻ. ഇതുവഴി ഒരു വ്യക്തി നിക്ഷേപിക്കുന്ന മാലിന്യത്തിന്റെ തരം ഏതാണെന്ന് എത്ര മാലിന്യം ഇടുന്നുവെന്നും കണ്ടെത്താൻ കഴിയും. വേസ്റ്റ് ബിന്നിൽ എപ്പോൾ മാലിന്യം നിറയുമെന്ന കാര്യം തദ്വീർ അധികൃതർക്ക് ഓഫീസിലിരുന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതുവഴി മാലിന്യ ശേഖരണ ട്രക്കുകളുമായി ഇടയ്ക്കിടെ എത്തി ബിന്നുകൾ നിറഞ്ഞോ എന്ന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. മുഴുവനായും നിറയാതെ അവയിലെ മാലിന്യം ശേഖരിക്കുന്നതും ഒഴിവാക്കാനാകും. അവ നിറയുന്ന മുറയ്ക്ക് വാഹനവുമായി എത്തി ശേഖരിച്ചാൽ മതിയാകും. കൂടാതെ സ്മാർട്ട് ബിൻ സേവനം ഔദ്യോഗിക ആപ്പിൽ സംയോജിപ്പിക്കുന്നതോടെ ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ ഉപയോഗിച്ച് എളുപ്പത്തിൽ ബിൻ സേവനം ഉപയോഗിക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഉപഭോഗശീലങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ വർധനവ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ പരിഹാരമായിരിക്കും ഈ ബിന്നുകൾ. കാര്യക്ഷമമായ മാലിന്യ സംസ്കരണത്തിന് ദീർഘകാല പരിഹാരങ്ങൾ നൽകാൻ ഈ സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. അറ്റകുറ്റപ്പണിക്കായി അൽവക്ര ഹെൽത്ത് സെന്ററിലെ സേവനങ്ങൾ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. അറിയേണ്ടതെല്ലാം. ദോഹയിൽ പതിവ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി അൽവക്ര ഹെൽത്ത് സെന്ററിൽ നിന്നുള്ള നിരവധി ക്ലിനിക്കുകളും സേവനങ്ങളും മധ്യമേഖലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയതായി പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ അറിയിച്ചു. നേരത്തെ തീരുമാനിച്ചതുപ്രകാരമുള്ള അറ്റകുറ്റപ്പണികളും വികസന പ്രവൃത്തികളും നടക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ ഈ താൽക്കാലിക മാറ്റം അനിവാര്യമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രാരംഭഘട്ടത്തിലെ ജൂലൈ 18-നും 28-നും ഇടയിൽ ദന്തസേവനങ്ങളുടെയും ആരോഗ്യ കാർഡ് രജിസ്ട്രേഷൻ സേവനങ്ങളുടെയും കേന്ദ്രങ്ങളാണ് മാറ്റുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. കുവൈത്തിൽ ചൂട് 50 ഡിഗ്രിക്ക് മുകളിൽ. തീപിടുത്തത്തിനെതിരെ ബോധവൽക്കരണവുമായി ഫയർഫോഴ്സ്.
കുവൈത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്ത സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നു. മലയാളികൾ ഉൾപ്പെടെ 50ഓളം പേർ മരിക്കാനിടയായ അൽ മംഗഫ് തീപിടുത്തത്തിന് ശേഷവും വിവിധ കെട്ടിടങ്ങളിലും മറ്റുമായി തീപിടുത്ത സംഭവങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് തീപിടുത്തത്തിനുള്ള പ്രധാന കാരണമായി ജനറൽ ഫയർഫോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ചാർജ് ചെയ്യുന്നതിനിടെ സ്കൂട്ടർ ബാറ്ററികൾക്ക് തീപിടിച്ച സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിലായി വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇക്കാര്യത്തിൽ പൗരന്മാരും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയ പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. അഗ്നി അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച നിലവാരമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്കൂട്ടർ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അടച്ചിട്ട ഇടങ്ങളിൽ വച്ചുള്ള ചാർജിംഗ് അപകട സാധ്യത ഏറിയതാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സ്കൂട്ടർ ബാറ്ററിയിൽ ദീർഘനേരം ചാർജിംഗിൽ ഇടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. ഒമാൻ മസ്ജിദ് വെടിവെപ്പിന് പിന്നിൽ 3 സ്വദേശി സഹോദരങ്ങൾ, പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാരും. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ അൽ വാദി അൽ കബീറിലെ ഷിയ മസ്ജിദിലുണ്ടായ വെടിവെപ്പിന് പിന്നിൽ ഒമാനി പൗരന്മാരായ സഹോദരന്മാരാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇവരുടെ പേരുവിവരങ്ങൾ പക്ഷേ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തെറ്റായ ആശയങ്ങളിൽ വംശവദരായാണ് അവർ ഇത്തരമൊരു കൃത്യത്തിന് മുതിർന്നതെന്ന് അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമായതായും പോലീസ് അറിയിച്ചു. കീഴടങ്ങാനുള്ള ആവശ്യം വകവയ്ക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഏറ്റുമുട്ടലിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. യുഎഇയിൽ അധികാരമേറ്റ പുതിയ മന്ത്രിമാർ. ഷെയ്ഖ് ഹംദാനും ഷെയ്ഖ് അബ്ദുള്ളയും ഉപപ്രധാനമന്ത്രിമാർ, ആശംസിച്ച ഭരണാധികാരികൾ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായും ഉപപ്രധാനമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖസർ അൽ വദൻ കൊട്ടാരത്തിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിദേശകാര്യമന്ത്രിയായും ഉപപ്രധാനമന്ത്രിയായും ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും ചുമതലയേറ്റു. കായിക മന്ത്രി അഹമ്മദ് ബെൽഹൌൾ അൽ ഫലാസി, വിദ്യാഭ്യാസ മന്ത്രി സാറ ബിന്ത് യൂസഫ് അൽ അമീരി, മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൾ മന്നാൻ അൽ അവർ, അലിയ ബിന്ത് അബ്ദുള്ള അൽ മസ്രൂയി എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. രാജ്യത്തോടുള്ള കടമ നിർവഹിക്കുന്നതിൽ പുതിയ മന്ത്രിമാർ വിജയിക്കട്ടെയെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ആശംസിച്ചു. വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ മികവ് നേടാൻ രാജ്യത്തിന് കഴിയണം. വികസനവും മെച്ചപ്പെടലും തുടരണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ആഹ്വാനം ചെയ്തു. സുസ്ഥിര വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണം. ഇത് നിരന്തര പരിശ്രമത്തിലൂടെയും പുത്തൻ ആശയങ്ങളിലൂടെയുമാണ് നടപ്പാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തരായ പ്രതിഭകളാണ് മന്ത്രിസഭയിലേക്ക് പുതുതായി എത്തിയതെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ആധുനികവൽക്കരണമാണ് സർക്കാരിന്റെ മുഖമുദ്ര. രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുന്നതിൽ ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പരിധിയില്ല. സുസ്ഥിര വികസനത്തിനും സമഗ്രതയ്ക്കും മുതൽക്കൂട്ടാകുന്ന മനുഷ്യ വിഭവശേഷിയിൽ വിശ്വസിക്കുന്നതിനാൽ യുഎഇ ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. വൃത്തിഹീനമായ ഭക്ഷണം വിളമ്പി. അബുദാബിയിൽ 2 ഹോട്ടലുകൾ പൂട്ടിച്ചു. അബുദാബിയിൽ വൃത്തിഹീനമായ ഭക്ഷണം വിളമ്പിയ അബുദാബിയിലെ 2 ഹോട്ടലുകൾ പൂട്ടി. അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അധികൃതരാണ് ഹോട്ടലുകൾ പൂട്ടിയത്. അബുദാബി ഇൻഡസ്ട്രിയൽ ജംഗ്ഷനിലെ ബംഗ്ലാ സ്നാക്ക്, ദർബാർ എക്സ്പ്രസ് എന്നീ ഹോട്ടലുകൾക്കെതിരെയാണ് നടപടി. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം വിളമ്പുന്നതിനെതിരെ ശക്തമായ നടപടിയാണ് യുഎഇയിൽ നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. അൽദെയ്ദ് ഈന്തപ്പഴ ഉത്സവം 25 മുതൽ.
ഷാർജയിൽ 8ാമത് അൽദെയ്ദ് ഈന്തപ്പഴ ഉത്സവം ഈ മാസം 25 മുതൽ 28 വരെ എക്സ്പോ അൽദെയ്ദിൽ നടക്കും. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. UAE-ലെമ്പാടുമുള്ള ഈന്തപ്പന കർഷകരുടെയും ഈന്തപ്പഴ പ്രേമികളുടെയും വിപുലമായ പങ്കാളിത്തം പതിവ് പോലെ ഇത്തവണയും ഉണ്ടാകും. ഏറ്റവും മികച്ച രീതിയിൽ വീട്ടിൽ വളർന്ന ഈന്തപ്പഴം എന്ന പ്രമേയത്തിൽ സ്ത്രീകൾക്കായി പ്രത്യേക മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ആകെ 130 വിജയികളെയാണ് പ്രഖ്യാപിക്കുക. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.